ഹലോ വ്യൂവേഴ്സ്, വള നമ്മുടെ മുഹസിൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹർഷാദ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള വള എന്നുള്ള മൂവി ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലുക്മാന്, ധ്യാൻ ശ്രീനിവാസൻ, വിജയരാഘവൻ, ഗോവിന്ദ് വസന്ത അങ്ങനെ വലിയൊരു ടീമുണ്ട് ഈ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു തട്ടിക്കൂട്ട് സിനിമ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് വിശദീകരിക്കാനൊന്നുമില്ല. ഒരു വള, ആ വളയുടെ ഐതിഹ്യവും അതുതന്നെ ആ വള മൂലമുള്ള പ്രശ്നങ്ങളും അതൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഈ സിനിമ നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ. ഈ വള വെച്ചിട്ടൊരു പരിപാടി നമ്മൾ ഈ ഇതിഹാസ എന്ന് പറഞ്ഞൊരു പടത്തിലൊക്കെ കണ്ടിട്ടില്ല. അതുപോലെ ഈ ഇതിഹാസങ്ങളൊക്കെ ഈ അതിന്റെ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കുകയും അങ്ങനത്തെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിനിമയാണിത്. ഈ വളയുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. വളയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഹീറോ. ലുക്മാനോ ധ്യാൻ ശ്രീനിവാസനോ ഒന്നുമല്ല. സിനിമ തുടങ്ങുമ്പോൾ നല്ല ഈ വളയെക്കുറിച്ചൊരു ചെറിയൊരു ഇൻട്രോ പറയുന്നുണ്ട്. അവർ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകെ പടം വളരെ ഈ വേറെ മറ്റു പല ദിശകളിലൂടെ മാറി പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്തതിൽ ഉള്ള ഒരു പ്രശ്നമാണ് എനിക്ക് കാണാൻ പറ്റിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏച്ചുകെട്ടൽ അല്ലെങ്കിൽ അവിടെ ഇവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടുള്ള ഒരു കഥ പറച്ചിലാണ് സംഭവം നടക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കോമഡി ആക്ഷൻ ത്രില്ലറാണ് കേട്ടോ മൂവി. ധ്യാൻ ശ്രീനിവാസന്റെ അഭിനയത്തെ നോക്കുവാണെങ്കിൽ സാധാരണ പോലെ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ വലിയ പെർഫോമൻസ് ഒന്നും ഇല്ല. ടിപ്പിക്കലായിട്ടുള്ള സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന പെർഫോമൻസ് തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ. അതിന് മേലെ വലിയ അഭിനയ പ്രാധാന്യമുള്ള സംഗതികളൊന്നും ചെയ്തു വെച്ചിട്ടില്ല. കൊടുത്ത റോള് അത്യാവശ്യം കുറച്ച് ഹ്യൂമറും അതുപോലെ തന്നെ കുറച്ച് ആക്ഷനും ഒക്കെ ആയിട്ട് അദ്ദേഹം മോശമില്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പേരുദോഷം ഉണ്ടാക്കാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ മുഹസിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ കാരണം മാത്രം ഞാൻ ഈ സിനിമ കാണാൻ പോയത്, അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസത്തിൽ. പക്ഷെ സിനിമ വളരെ നിരാശപ്പെടുത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയുടെ കഥ ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു ത്രെഡാണ് അവർ ചെയ്തത്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു രീതി അതങ്ങോട്ട് നമുക്കൊരു സുഖം കിട്ടുന്നില്ല. പിന്നെ അതുപോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുമ്പോഴേക്ക് ഒരുപാട് ലൗഡായിട്ട് തോന്നുന്നു. പല സ്ഥലത്തും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങോട്ട് മാച്ച് ആകുന്നില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ലുക്മാനാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത്. ലുക്മാന് എല്ലാ സിനിമകളും പോലെ തന്നെ നിങ്ങൾക്ക് പഴയ സിനിമകൾ ഇപ്പോൾ പെരുമാനിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലുക്മാന് അത്യാവശ്യം നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്ന ഒരു നടൻ കൂടിയാണ്. ലുക്മാനിനകത്ത് വളരെ ഡീസൻറ്റ് വെൽ ജോബ് ആണ് ചെയ്തിരിക്കുന്നത്. ആക്ഷൻ സീക്വൻസിലൊക്കെ ലുക്മാന്റെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് ധ്യാൻ ശ്രീനിവാസനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വെട്ടിപ്പെട്ട് അടിപൊളിയായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സിനിമോട്ടോഗ്രാഫി വളരെ നല്ലതാണ്. വളരെ നന്നായിട്ട് സിനിമോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതുപോലെ എഡിറ്റിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ്യൂംസ് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഈ സിനിമയിൽ വലിയ സംഭവം എന്ന് പറയാനില്ല. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, വിജയരാഘവൻ ഈ സിനിമയിൽ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ലുക്മാനെക്കാട്ടിലും ഒരുപടി മേലെ വിജയരാഘവൻ ഈ സിനിമയിൽ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. വിജയരാഘവനെ അറിയാമല്ലോ, പുള്ളി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടറുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് സിനിമയിൽ. പണ്ട് നായകൻ വേഷം ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നെഗറ്റീവ് ഷെയ്ഡുള്ള കുറേ റോളുകൾ ചെയ്തു, പിന്നെ പ്രായമായ റോളുകളൊക്കെ ചെയ്ത് ലാസ്റ്റ് കിഷ്കിന്ധാകാന്ഡത്തിലൊക്കെ അദ്ദേഹം അടിപൊളിയായിരുന്നു. പൂക്കാലം കിഷ്കിന്ധാകാന്ഡത്തിലൊക്കെ വളരെ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത്. ഒന്നിനൊന്നിന് വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങൾ അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പൊ വളയിലേക്ക് വരുമ്പോഴും വിജയരാഘവൻ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രം അടിപൊളിയാണ് കേട്ടോ. ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അദ്ദേഹത്തിന്റെ ആക്ടിങ് തന്നെയാണ്. അദ്ദേഹം വളരെ മികച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ലുക്മാനെക്കാട്ടിലും ഒരുപടി മുകളിൽ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് വിജയരാഘവൻ. അതുപോലെ തന്നെ മറ്റൊരു കോമഡി പീസ് ഈ സിനിമയിലുണ്ട്. കോമഡി പീസ് എന്ന് ഞാൻ പറയുന്നില്ല, സിനിമയിൽ കോമഡി പീസാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ പുലിയാണ് നമ്മുടെ ഗോവിന്ദ് വസന്ത. അപ്പൊ പുള്ളി എന്തിനാണ് ഈ സിനിമയിൽ വന്ന് ഈ റോൾ ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. പുള്ളിക്ക് അവിടെ മ്യൂസിക് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ ചെയ്ത് നന്നായിട്ട് ഇരുന്നാൽ പോരായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവിടെ അദ്ദേഹം നല്ല ഷൈൻ ചെയ്തിരിക്കുമ്പോൾ ഇവിടെ വന്ന് ചുമ്മാ ഒരു പേരുദോഷം ഉണ്ടാക്കേണ്ട കാര്യമില്ല. വലിയ കൊടൂര വില്ലനൊക്കെ ആയിട്ടാണ് വരുന്നത്. ലാസ്റ്റ് നമ്മുടെ നല്ലവനായ ഉണ്ണിയാണോ അതോ ഈ പറയുന്ന കൊടൂരനായിട്ടുള്ള വില്ലനാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഗോവിന്ദ് വസന്ത ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പറ്റിയ പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അഭിനയം എന്നുള്ളത്. വെറുതെ കയറി ചിലപ്പോൾ ആരുടെ നിർബന്ധത്തിന് അഭിനയിച്ചായിരിക്കും. അതും അല്ലെങ്കിൽ ചിലപ്പം
അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് പറ്റുന്ന ഒരു പണിയാണ് ഈ അഭിനയം എന്ന് എനിക്ക് തോന്നുന്നില്ല. ബെറ്റർ അദ്ദേഹത്തിന്റെ മ്യൂസിക് സൈഡ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അല്ലെ അവിടെയും ഇല്ല ഇവിടെ ഇല്ലാത്തൊരവസ്ഥയായി പോകും. നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ പറയേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെ ഡീസൻ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഓരോ വെറൈറ്റി സാധനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഗോവിന്ദ് വസന്ത. അപ്പം നിങ്ങളിവിടെ വന്ന് ആക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര വലിയ ഡീസൻറ്റ് വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഡയറക്ഷനിലോട്ട് വരുമ്പോൾ ഡയറക്ഷനിൽ അത്യാവശ്യം നല്ല പാഴ്ചകളുണ്ട്. അവിടെ ഇവിടെയൊക്കെ എച്ചുകെട്ടലുകൾ തോന്നുന്നുണ്ട്. ഒരു എക്സിക്യൂട്ട് ചെയ്ത രീതി ശരിയല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഫീല് ഇത് കാണുന്ന ആൾക്കാരിലേക്ക് എത്തുന്നില്ല. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു പ്ലോട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു വള കൊണ്ടുള്ള കാര്യങ്ങളും സംഭവവികാസങ്ങളും ഒക്കെയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഒരു വൺ ടൈം വാച്ചബിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി തിയേറ്ററിക്കൽ വ്യൂ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല, അത്രയ്ക്കുള്ള സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾക്കൊരു സിനിമ കാണാൻ ലൈറ്റ് ഒരു സിനിമ സാധാ ഒരു ധ്യാൻ ശ്രീനിവാസന്റെ ടിപ്പിക്കൽ പടം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ലുക്മാനോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കയറി ജസ്റ്റ് നിങ്ങൾക്ക് ഈ സിനിമ ഒന്ന് കാണാം എന്നതല്ലാണ്ട് ഇതിനകത്ത് വലിയ സംഭവ വികാസങ്ങളോ ഒന്നുമില്ല. പടം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരത്തേക്ക് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് തോന്നിയത്. പിന്നെ അങ്ങോട്ട് പോകെ അതിൻ്റെ ആ ഒരു ആദ്യം കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളെ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തരുന്ന ഒരു ആകാംക്ഷ, അതൊന്നും അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല മുന്നോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അങ്ങോട്ട് ആ സിനിമ ഏതോ ഒരു വഴിക്കാണ് പോകുന്നത്. നമ്മളൊരു വഴിക്ക്, സിനിമ ഒരു വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വൺ ടൈം വാച്ചബിൾ ആണ്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണാം. ഞാൻ തന്നെ കാണാൻ പോയപ്പോൾ വലിയ ആൾക്കാരൊന്നും തിയേറ്ററില്ല, 10-20 ആൾക്കാരേ ഉള്ളൂ തിയേറ്ററിൽ. പടം തുടങ്ങിയതുകൊണ്ടായിരിക്കും ഇന്ന് റിലീസായിട്ടുള്ളൂ. അതുപോലെ വലിയ സ്റ്റാർ വാല്യൂസ് ഒന്നും ഇല്ലാത്ത പടം കണ്ടതുകൊണ്ടായിരിക്കും ധ്യാൻ ശ്രീനിവാസൻ ലുക്മാനൊക്കെ ഉള്ളു മെയിനായിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ മറ്റൊരു മൂവി കൂടെ റിലീസായിരിക്കുകയാണ്, ജിത്തു ജോസഫിന്റെ ആസിഫ് അലി പടം. അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആളില്ലാത്തത്. പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ മിറാഷാണോ വളയാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ മിറാഷാണ് ബെറ്റർ. വള മിറാഷ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. മിറാഷും വലിയൊരു സംഭവമല്ല, അത്യാവശ്യം കണ്ടിരിക്കാം, ഇന്റർവ്യൂ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ വള അത്രത്തോളം പോരാ, അത്ര വലിയ ഡീസന്റ് വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ, ജസ്റ്റ് ഒന്ന് കണ്ട് വിടാം. തിയേറ്ററിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് തിയേറ്ററിൽ കാണാം, അല്ലാത്തവർക്ക് OTTക്ക് വെയിറ്റ് ചെയ്ത് OTTയിൽ കാണാം.